നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. എന്താണ് റാപ്പിഡ് ഫയർ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ പറയുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ അത്, സർവീസ് സെൻ്ററിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുള്ളൊരു വേദിയാണ് റാപ്പിഡ് ഫയർ. സാധാരണഗതിയിൽ കസ്റ്റമേഴ്സിന് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ഒരു വേദിയില്ല എന്നുള്ളതാണ് കസ്റ്റമേഴ്സ് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ റാപ്പിഡ് ഫയർ കൊണ്ടുവന്നിരിക്കുന്നത്. ധാരാളം പേര് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്, ധാരാളം പേര് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറ്റങ്ങൾ പറയുന്നുണ്ട്. കാര്യങ്ങളിൽ അത് പരിഹരിച്ചു കൊടുക്കാൻ കമ്പനികൾ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് റാപ്പിഡ് ഫയർ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ റാപ്പിഡ് ഫയർ നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നത് റോഡ്മേറ്റ് എന്ന ആപ്പാണ്. റോഡ്മേറ്റ് എന്ന ആപ്പ് വാഹന സംബന്ധിയ എല്ലാ കാര്യങ്ങളും ഒരു ആപ്പിൽ ഒതുക്കിയിരിക്കുന്ന കാര്യമാണ് എന്നാണ് പറയേണ്ടത്. അതായത് വാഹന സംബന്ധിയായ, ഇപ്പോൾ വാഹനം സർവീസ് ചെയ്യുന്നത് തൊട്ട് വാഹനത്തിൻ്റെ പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള ഏത് കാര്യവും 50-ലധികം സർവീസുകളാണ് ഈ റോഡ്മേറ്റ് എന്ന ആപ്പിൽ ഒതുക്കിയിരിക്കുന്നത്. 10,000-ലധികം സർവീസ് പ്രൊവൈഡേഴ്സാണ് ഈ ഇന്ത്യ മുഴുവൻ നോക്കുകയാണെങ്കിൽ റോഡ്മേറ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വാഹന സംബന്ധിയായ ഏത് കാര്യങ്ങൾക്കും റോഡ്മേറ്റ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തൊരു സർവീസ് സെൻ്റർ ഉണ്ട്, നിങ്ങളവിടെ വാഹനം സർവീസ് ചെയ്യുന്ന 500 രൂപയ്ക്കാണ്. പക്ഷേ റോഡ്മേറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ദിവസം 250 രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് ഒരു ഓഫർ കിടക്കുന്നത്. അങ്ങനെ ധാരാളം ഓഫേഴ്സും ഗിഫ്റ്റുകളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റോഡ്മേറ്റിലൂടെ അവൈൽ ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യമുള്ളത്, റോഡ്മേറ്റിൻ്റെ ഫ്രാഞ്ചൈസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ നാട്ടിലെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിച്ച് നിങ്ങൾക്ക് റോഡ്മേറ്റ് ആപ്പിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാം. അത് നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ വിളിച്ചു നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇന്ന് കാണാനുള്ളത് ഒരു ടാറ്റ നെക്സോണിൻ്റെ ഓണറിനെയാണ്. നമസ്കാരം, പേര്? ശ്യാം. എന്ത് ചെയ്യുന്നു ശ്യാം? ഞാൻ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. ഓക്കെ, ശരി. ടാറ്റ നെക്സോണാണോ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്? കാലങ്ങളായിട്ട് 2 വർഷമായിട്ട്. ഇതിനു മുമ്പ് സ്വിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2 വർഷമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഡീസലോ പെട്രോളോ? പെട്രോൾ. മാനുവൽ. അപ്പോൾ ഈ സ്വിഫ്റ്റിൽ നിന്നും ടാറ്റയിലേക്കൊരു മാറ്റം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അറിയാൻ ആഗ്രഹം ഉണ്ടാവും. വളരെ പെട്ടെന്ന് എന്തായിരുന്നു ഒരു മാറ്റം തോന്നിയത് ഈ ഒരു വാഹനത്തിലേക്ക് മാറിയപ്പോൾ? ഒരു SUV ടൈപ്പ് വണ്ടി വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് ആ സമയത്ത് ഞാൻ ആ ടൈപ്പിലെല്ലാ വണ്ടി നോക്കി. ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അപ്പം അതുകൊണ്ട് സെലക്ട് ചെയ്തു. പിന്നെ മെയിനായിട്ട് ഞാൻ നോക്കിയത് സേഫ്റ്റി ആയിരുന്നു. അപ്പോൾ നമ്പർ 1 സേഫ്റ്റി ഉണ്ടായിരുന്നൊരു വണ്ടി നെക്സോൺ ആയിരുന്നല്ലോ. അതുകൊണ്ട് അപ്പോൾ ഈ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മാരുതിയുടെ വണ്ടികൾക്ക് നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഒരു സേഫ്റ്റി ഫീൽ കുറവാണ് എന്നൊക്കെ പറയാറുണ്ട്. അതിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ ശരിക്കും ആ ഒരു സേഫ്റ്റി ഫീൽ തോന്നിയോ? അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിഫ്റ്റ് ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം, സേഫ്റ്റി ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് ഒരു സേഫ്റ്റി തന്നെയാണ് മെയിനായിട്ട്. അപ്പം എല്ലാ തരത്തിലും സംതൃപ്തനാണോ വണ്ടിയുടെ കാര്യത്തിൽ? എല്ലാ തരത്തിലും അല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സേഫ്റ്റി, ഈ കംഫർട്ട്, ഓടിക്കുന്ന കംഫർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ എന്താ വെച്ചാൽ ഇവരെ സർവീസ് കാര്യങ്ങൾ, അങ്ങനെ ചില ഇഷ്യൂസ് ഉണ്ട്. സർവീസ് എല്ലാവരും ടാറ്റയുടെ കാര്യത്തിൽ പ്രശ്നം പറയുന്നുണ്ട്. സർവീസ് മാറ്റി നിർത്താൻ അതിനെപ്പറ്റി നമുക്ക് പറയാമെങ്കിൽ പോലും വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് തോന്നിയിട്ടുണ്ടോ? വണ്ടിക്ക് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈലേജിൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്യൂ. എന്താ കിട്ടുന്നുണ്ടാവും? 10 to 12 മാത്രമേ മൈലേജ് കിട്ടുള്ളൂ. ഹൈവേയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊറോണ സമയത്ത് ഒരു 14 മേലെ 15 മേലെ കിട്ടിയെന്നല്ലാതെ അതിനുശേഷം ഇതുവരെ മാക്സിമം പോയി കഴിഞ്ഞാൽ 14, അതിന് താഴെ മാത്രമേ കിട്ടുന്നുള്ളൂ. ആണല്ലേ? എവിടെ വരെയൊക്കെ പോകാറുണ്ട്? ഇവിടുന്ന് എൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പോൾ ഞാൻ കോഴിക്കോട് സ്ഥിരമായിട്ട് ഓടുന്നു. എന്നിട്ട് 14 കിട്ടുന്നുള്ളൂ. അതെ, 14 കിട്ടും. 14 മാക്സിമം. അതിൽ കൂടുതൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് കൊറോണ സമയത്ത് വണ്ടി ഇല്ലാത്ത സമയത്ത് എനിക്ക് 14 മേലെ കിട്ടുന്നില്ല. പിന്നെ എന്താണ് നമുക്ക് ഇപ്പോൾ 2 വർഷം ഓടിച്ചപ്പോൾ വണ്ടിക്കുണ്ടായ മേജർ ഇഷ്യൂസ് എന്തൊക്കെയാണ്? മേജർ ഇഷ്യൂസ് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ എനിക്ക് കൊറോഷൻ വന്നു, തുരുമ്പ് വന്നു. അതെ, 2 വർഷത്തിനുള്ളിൽ. അതെ, അതായത് നമ്മളെ ഈ ഡോറിൻ്റെ ഹാൻഡിലിൻ്റെ അടുത്തായിട്ട് കൊറോഷൻ വന്നു. ആണോ? അതെ. പക്ഷെ അത് ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുകൊടുത്ത സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നത് അതെല്ലാ വണ്ടിക്കും വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. പിന്നെ എളുപ്പമുണ്ടല്ലോ കാര്യം അല്ലേ? എല്ലാ വണ്ടിക്കും വരുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം. എല്ലാ ടാറ്റ നെക്സോണിലും തുരുമ്പ് വരുന്നുണ്ടെന്ന് സർവീസ് സെൻ്ററിൽ നിന്ന് അവിടെ 2 സ്ഥലത്തായിട്ട് വരുന്നു. റൈറ്റ് സൈഡിൽ ബാക്ക് ഡോറിൻ്റെ സൈഡിലും വന്നു, പിന്നെ ഫ്രണ്ട് ഡോറിലും വന്നു. ശരി. ഏത് സർവീസ് സെൻ്റർ ഇത് പറഞ്ഞത്? ഇത് കോഴിക്കോട് സർവീസ് സെൻറ്റർ, റൊട്ടാന മോട്ടോഴ്സ്. ഓക്കെ. അപ്പം എനിക്ക് റൈറ്റ് സൈഡിൽ ഒരു മേജർ കൊറോഷൻ തന്നെയായിരുന്നു. പിറകിലത്തെ കൊറോഷൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കൊറോഷൻ അല്ല, ചെറിയൊരു കൊറോഷൻ. പക്ഷേ റൈറ്റ് സൈഡിലൊരു ഡോറിൻ്റെ ഹാൻഡിൽ എടുത്തുള്ള മേജർ കൊറോഷൻ. പക്ഷെ അവിടുത്തെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സർവീസ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ 2 സൈഡിൽ സർവീസ് പറഞ്ഞു, അതായത് കൊറോഷൻ പറഞ്ഞു. പക്ഷെ അവർ എനിക്ക് ലെഫ്റ്റ് സൈഡിലെ ഡോർ പെയിൻറ്റ് ചെയ്തു തന്നു. റൈറ്റ് സൈഡിലെ കൊറോഷൻ ലെഫ്റ്റ് സൈഡ് പെയിൻറ്റ് ചെയ്തു. അതെ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്താണ് റൊട്ടാന മോട്ടോഴ്സ് ഇങ്ങനെയൊക്കെ? അപ്പോൾ ഞാൻ സംസാരിച്ച സമയത്ത് ഞാനത് അവിടുത്തെ വർക്കേഴ്സിൻ്റെ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറയുന്ന സമയത്ത് അവൻ നോട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ അവരോട് ചോദിച്ചായിരുന്നു, അവിടെ നോട്ട് ചെയ്തോ ഇവിടുത്തെ ഇഷ്യൂ? ഒക്കെ ഞാൻ നോട്ട് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 2-3 ദിവസം വെയിറ്റ് ചെയ്തു. വണ്ടി വാങ്ങാൻ വേണ്ടി പോയി. രാത്രി പോയ സമയത്ത് ചെക്ക് ചെയ്ത സമയത്ത് കൊറോഷൻ അതേപോലെ ഇരിക്കും. ഞാൻ ചോദിച്ചാൽ എന്താ കൊറോഷൻ മാറിയില്ലല്ലോ? അപ്പോൾ അവർ പറഞ്ഞു
ഞാൻ ഇവിടെ പെയിൻറ്റ് ചെയ്ത് ഇവിടെ അല്ലേ, ഞാൻ പറഞ്ഞു അവിടെയല്ല ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്തത്. പിന്നെ അവർ എക്സ്ക്യൂസ് പറഞ്ഞത് അവിടെയും കൊറോഷൻ വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പെയിന്റ് ചെയ്ത് വിട്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ അവിടെയും വരാൻ സാധ്യത ഉണ്ട്, ഇപ്പൊ ചെറിയൊരു കൊറോഷന്റെ ട്രേസസ് കണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അവിടെ പെയിന്റ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു അവിടെ പെയിന്റ് ചെയ്തില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സോൾവ് ചെയ്യണ്ടേ, പക്ഷെ അത് അവർ സോൾവ് ചെയ്തില്ല. അപ്പൊ അതിനുശേഷം അതിപ്പോ അടുത്ത് ചെയ്തേ ഉള്ളൂ, ഒരു 3 months ആയതേ ഉള്ളൂ. അപ്പൊ അവർ പറഞ്ഞനുസരിച്ച് ഇനിയും വരാം അല്ലേ, അതാണ് എന്റെ രീതി. പിന്നെ എന്തായിരുന്നു മേജറായിട്ടുള്ള ബാറ്ററിയുടെ ഇഷ്യൂ ഉണ്ട്. അതായത് വാറണ്ടി കഴിഞ്ഞിട്ട് ഒരു വിത്തിൻ 1 monthനുള്ളിൽ എൻ്റെ ബാറ്ററി മൊത്തമായിട്ട് പോയി. ആണോ? പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ മറ്റേ ലോക്കഡ് എന്ന് പറഞ്ഞ വാണിംഗ് കാണിച്ചു. പക്ഷെ അപ്പം ഞാൻ ഇവരെ സർവീസ് സെൻറ്ററിൽ വിളിച്ച സമയത്ത് അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ടോ ചെയ്ത് കൊണ്ടുവരണം, വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും എഞ്ചിൻ്റെ പ്രശ്നമായിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. പക്ഷേ ഞാനൊരു അടുത്തുള്ളൊരു സർവീസ് സെൻറ്ററിൽ വിളിച്ചിട്ട് ഒരാളെ വിളിച്ചു, അവരൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററി പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഞാൻ ബാറ്ററി പോയി മാറി, പുറത്തുനിന്ന് മാറി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു എഞ്ചിൻ്റെ വാണിംഗ് വന്നു. എഞ്ചിൻ്റെ വാണിംഗ് വന്ന സമയത്ത് അപ്പോഴും വീണ്ടും ഞാൻ അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു ബാറ്ററി ചേഞ്ച് ചെയ്ത് ബാറ്ററി ഇഷ്യൂ ആയിരുന്നു, പക്ഷേ വാണിംഗ് പോകുന്നില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങൾ വീണ്ടും അവിടെ കൊണ്ടുവരേണ്ടി വരും, നമ്മുടെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യണം, സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യണം, ഒരു ദിവസം വണ്ടി ഇടണമെന്നോ, എന്നാൽ മാത്രമേ വാണിംഗ് പോകുള്ളൂ, നിങ്ങളങ്ങനെ പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വന്നതാണ്, അതൊരു പ്രശ്നമാണെന്ന്, സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്, സോഫ്റ്റ്വെയർ മാറ്റണം എന്നൊക്കെ. പക്ഷേ അത് കേട്ടിരുന്ന ബാറ്ററി ഷോപ്പിലെ പയ്യൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ എവിടെയും കൊണ്ടുപോകണ്ട, ഇതൊന്നും ഒരു പ്രശ്നമല്ല, നിങ്ങൾ വണ്ടി ഓടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മാറിക്കോളുന്നു. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി മാറുകയും ചെയ്തു. അതല്ല, ഇത് പെരുമ്പാവൂരുള്ളൊരു ഗോകുലം അവരാ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പോൾ കൊച്ചിയിലാണല്ലോ ഇപ്പോൾ സ്ഥിരമായിട്ട് താമസം, അപ്പോൾ ഇവിടെ സർവീസ് സെൻറ്റർ കൊടുക്കാറുണ്ടോ? ഇവിടെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എല്ലാ സർവീസ് സെൻറ്ററിലും ഇങ്ങനെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ റീസെൻ്റ്ലി യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇവരുടെ ഒരു മെയിൻ സർവീസ് സെൻറ്റർ ഉണ്ടല്ലോ ഇവിടെ മരട് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗോകുലം തന്നെ, അവിടെയാണ് ലാസ്റ്റ് മുമ്പ് സർവീസ് ചെയ്തത്. സാറ്റിസ്ഫൈഡ് ആണോ? അവിടെയും ഇതാണ്, പക്ഷെ അവിടെ സർവീസ് നമ്മൾ കാണുന്നില്ലല്ലോ, സർവീസൊക്കെ ചെയ്തെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വാഷിംഗ് ചെയ്ത സമയത്ത് അവർ വാഷിങ്ങിന് വാങ്ങുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 625 പ്ലസ് ടാക്സ് അവർ 625 രൂപ ടാക്സും 750 രൂപയ്ക്കൊക്കെ വരും. 730, 735, 750 അടുത്ത് വരും. പക്ഷേ ഞാൻ അവരോട് ചോദിച്ചത് ഇത്രയും റേറ്റ് എന്ന് ചോദിച്ചു. അതായത് പനമ്പള്ളി നഗറിൽ വരെ ഫുൾ വാഷിന് 600-500 ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവർ പറഞ്ഞു അല്ല അത്രയും വരും, അത്രയും റേറ്റ് ഉണ്ടെന്ന്. പക്ഷേ അതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത സമയത്ത് ഒരു ചെറിയ മരത്തിൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. അപ്പോൾ അതെല്ലാം അതേപോലെ തന്നെ. ഞാൻ അവരോട് വെച്ച് ഇതെല്ലാം പോയിട്ടില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു കസ്റ്റമർ സർവീസിൽ ഒരാൾ തന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞു ഇത് ഇഷ്യൂ ആണ്, നിങ്ങളെ ഭയങ്കര കറിയാണ്, ഇത് പോവില്ല, പക്ഷെ നിങ്ങൾ പോളിഷ് ചെയ്താൽ മാത്രമേ ഇത് പോവുള്ളൂ, അത് പോളിഷ് നോർമൽ പോളിഷ് അല്ല, മെഷീൻ വെച്ച് പോളിഷ് ചെയ്യണം, നിങ്ങൾ ഇവിടെ വെക്കുകയാണെങ്കിൽ ഞങ്ങൾ പോളിഷ് ചെയ്തിട്ട് തരാമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ഇപ്പം എന്തായാലും ടൈമില്ല, ഞാൻ പിന്നെ ഒന്ന് പോളിഷ് ചെയ്തോളാം. അപ്പോൾ ഞാൻ വളരെ സങ്കടത്തോടെ എൻ്റെ വണ്ടിയെല്ലാം കേടാല്ലോ എന്ന് വിചാരിച്ച് വീട്ടിൽ വന്നു. എന്നാലും ചുമ്മാ നോക്കാമല്ലോ എന്ന് കരുതി ചുമ്മാ ഒരു വെള്ളം ഒഴിച്ച് ഞാൻ ക്ലീൻ ചെയ്തു, കൈകൊണ്ട് തന്നെ ക്ലീൻ ചെയ്തു, സോപ്പൊന്നും ഉപയോഗിച്ചില്ല, അതെല്ലാം പോയി. പിന്നെ ഞാൻ അവരെ വിളിച്ചു, സർവീസ് ചെയ്ത ആളെ വിളിച്ചു, ചീത്ത പറഞ്ഞു നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തേക്കുന്നു, ഇത്രയും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തേക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മിസ്റ്റേക്കാണ്, അടുത്ത പ്രാവശ്യം നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്തു തരാം അടുത്ത വാഷ് സർവീസിൽ. ഞാൻ എൻഷുർ ചെയ്യാമെന്ന് അത്രയും പറഞ്ഞ് ഒഴിവാക്കി. കണ്ടോ വണ്ടി പറഞ്ഞ പോലെ വളരെ ആഗ്രഹിച്ചു വായിച്ച വണ്ടി പല സ്ഥലങ്ങളിൽ പെരുമ്പാവൂര്, കാലിക്കട്ട്, കൊച്ചിയിൽ എവിടെ സർവീസ് ചെയ്യാൻ കൊടുത്തപ്പോഴും ഒരേ അനുഭവം തന്നെയാണ് അല്ലേ ഈ സർവീസ് സെൻ്ററുകളുടെ കാര്യത്തിൽ. കഷ്ടം തന്നെയാണ് ടാറ്റ കോർപ്പറേറ്റ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്ന കാര്യം. കാരണം നമ്മൾ ഇത്രയും കാലം ഈ റാപ്പിഡ് ഫെയർ ചെയ്തപ്പോൾ എല്ലാ ടാറ്റ കസ്റ്റമേഴ്സും സർവീസിൻ്റെ കാര്യത്തിൽ വളരെ മോശം അഭിപ്രായമാണ് പറഞ്ഞത്. ടാറ്റ കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. അതർവൈസ് എങ്ങനെയാണ് വണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയ വണ്ടി എങ്ങനെയാണ്? അതായത് എന്തായാലും വണ്ടി ഓടിക്കുന്ന ആ കംഫർട്ട് ഭയങ്കര തന്നെയാണ്. അതായത് മറ്റു എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് ഫുൾ ഡേ ഇതിലിരുന്ന് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബാക്ക് പെയിനോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളും ഒന്നും ഫീൽ ചെയ്യാറില്ല. പിന്നെ സ്പേസ് എനിക്ക് ഫ്രണ്ടിനേക്കാളും ഇഷ്ടം ബാക്ക് സൈഡിലാണ്. അതായത് ബാക്ക് സൈഡിലെ സ്പേസും ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇവർ ആ ഒരു കോക്പിറ്റ് ഫീൽ ഉണ്ടല്ലോ ഉള്ളിലുള്ള ഒരു മെറ്റീരിയൽസ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് വേറെ വണ്ടിയായിട്ട് ഇതിനേക്കാളും റേറ്റ് കൂടിയ ക്രെറ്റയിലോ കമ്പയർ സമയത്ത് അവർ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒരു ലോക്കൽ പ്ലാസ്റ്റിക്, പക്ഷേ ഇതൊരു ലോ മോഡൽ മുതൽ ഇവർ നല്ലൊരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. അതെല്ലാം ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി എല്ലാം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് അടുത്ത വണ്ടി ടാറ്റ ആയിരിക്കും? അടുത്ത വണ്ടി ഈ സർവീസ് എല്ലാം ബെറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ടാറ്റയുടെ മെറ്റീരിയൽസിലൊന്നും ഒരു പ്രശ്നമില്ലെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വർക്കേഴ്സാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഞാൻ തന്നെ ആ ഒരു
കൊറോഷൻ കൊണ്ടുപോയ സമയത്ത് അവർ ആ നോട്ട് ചെയ്യുന്ന ആ പയ്യൻ കറക്റ്റ് നോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇടതുവശം പെയിൻറ് ഇടുന്നെടുത്ത് വലതുവശം പെയിൻറ് ചെയ്യാന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില ഈ സർക്കാർ ഹോസ്പിറ്റലിലൊക്കെ സർജറിയുടെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട് അല്ലേ? ഇടതുവശം സർജറി ഉണ്ട്, വലതുവശം ഇരുന്നത്, ഏതാണ്ട് അതുപോലത്തെ ഒരു കാര്യമാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് അത് അവിടെ നിൽക്കട്ടെ. ടാറ്റ അല്ലെങ്കിൽ പോലും ഒരു അപ്ഗ്രേഡ് എന്ന് മനസ്സിലാലോചിച്ച് തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. അത് എസ് യു തന്നെ ആയിരിക്കും. അതെ, എസ് യു തന്നെ. ഞാൻ ഇപ്പോൾ ഒരു ജീപ്പ് കോമ്പസിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അങ്ങനെ വിചാരിക്കുന്നു. കാര്യമായ രീതിയിൽ ട്രാവലുണ്ടോ? ഓഫ് റോഡൊക്കെ പോകാൻ ഉള്ള പരിപാടികളുണ്ടോ? അത് ഡെയിലി ഞാൻ ഇത് തന്നെയാണെന്ന് പറയാം. ഡെയിലി ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. വീട്ടിലേക്കും കോഴിക്കോടേക്കും ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അത് ഡെയിലി ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ വളരെ എന്താണ് മാനസിക വിഷമത്തോടു കൂടിയാണ് ടാറ്റ നെക്സോണിൽ നിന്നും ജീപ്പ് കോമ്പസിലേക്ക് മാറാൻ പോകുന്നത്. അപ്പോൾ ജീപ്പ് നല്ല സർവീസ് കൊടുക്കുമെന്നാണ് പ്രതീക്ഷ അല്ലേ? ആ പ്രതീക്ഷയോടെയാണ് അങ്ങോട്ട് സ്വിച്ച് ഓവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജീപ്പിൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നല്ല സർവീസ് കൊടുക്കുക. കാരണം വാഹനം എത്ര നല്ലതായിട്ടും കാര്യമില്ല, സർവീസിൻ്റെ കാര്യത്തിൽ പക്കയായിരിക്കണം. അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് ടാറ്റയുടെ ഒരു ഓഫീസുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനൊക്കെ കൂടുതൽ മാരുതിയുടെ വണ്ടി ഇറങ്ങുന്നില്ലേ, സർവീസ് എല്ലാം പക്കയല്ലേ? അപ്പോൾ അതൊന്നും അല്ല, അത് വളരെ കൃത്യമായി ടാറ്റയുടെ ഹയർ ഒഫീഷ്യൽ ലെവലിൽ തന്നെ കാണേണ്ട ഒരു കാര്യമാണിപ്പോൾ നമ്മൾ ഈ കേട്ട് കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഗിഫ്റ്റ് തരിക എന്നുള്ളതാണ്. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, വാഷ് ചെയ്യാൻ 725 രൂപയ്ക്ക് വാങ്ങിക്കുന്നു. അതൊന്നും വേണ്ട, വർഷത്തിൽ 4 സർവീസ് നമ്മൾ ഫ്രീ തരികയാണ്. വാട്ടർ സർവീസ് ഫ്രീ തരുന്നു. അപ്പോൾ റോഡ്മേറ്റ് എന്ന ഒരു ആപ്പുണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഗിഫ്റ്റ് കൂപ്പൺ, ഡിജിറ്റൽ ഗിഫ്റ്റ് കൂപ്പൺ തരും. അതിലെ ആ നമ്പർ അതിൽ കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് കൂപ്പണുള്ള നമ്പർ ഒന്ന് റെഡീം ചെയ്താൽ സൗത്ത് ഇന്ത്യയിൽ എവിടെയായാലും 4 വർഷത്തിൽ 4 സർവീസ് ഫ്രീ തരും. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീണ്ടും തൊട്ടടുത്തൊക്കെ തന്നെയുള്ള സർവീസ് സെൻ്ററൊക്കെ ചിലപ്പോൾ ടൈപ്പ് ഉണ്ടാകും റോഡ്മേറ്റുമായിട്ട്. അങ്ങനെയാണ് എവിടെ വേണമെങ്കിലും സർവീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഡിജിറ്റൽ കൂപ്പൺ ഞാൻ അയച്ചു തരും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ജീപ്പ് കോമ്പസുമായിട്ട് നമ്മൾ വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. പ്രൊഡക്ഷൻ നിന്ന് പോയെങ്കിലും ഇപ്പോഴും ജനമനസ്സുകളിൽ താരമായിട്ട് നിലകൊള്ളുന്ന 2 മോഡലുണ്ട്. അതിലൊന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോക്സ്വാഗൺ പോളോയാണ്. മറ്റൊന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഫോർഡ് ഇക്കോസ്പോർട്ടും. ഇത് രണ്ടും ഇപ്പോഴും ആരാധകർക്ക് യാതൊരു കുറവുമില്ല. ഇനി തിരിച്ചു വന്നാലും ആളുകൾ വാങ്ങിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന 2 വാഹനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള പോളോയുടെ ഓണറിനെയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. പേര്? ജേക്കബ്. ഇത് MH രജിസ്ട്രേഷൻ എന്താ അവിടെ? ഞാൻ പൂനെയിലാണ്, പൂനെ സെറ്റിൽഡാണ്. ശരി. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ഓയിൽ ഫീൽഡ് സർവീസസ് കമ്പനിയിലെ IT ഡിപ്പാർട്ട്മെന്റ്. ശരി. അപ്പോൾ ഇപ്പം നാട്ടിലാണോ അതോ പൂനെയിൽ തുടരുകയാണോ? നാട്ടിൽ ഞാൻ കോവിഡ് സമയത്ത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തു. അത് കഴിഞ്ഞ് ഫാമിലി ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വരും. ആണല്ലോ. ശരി. ഞാൻ എപ്പോഴും ഞാൻ 1-2 വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും ഭ്രാന്തമായ ട്രാഫിക് ഇന്ത്യയിൽ കണ്ടിരിക്കുന്ന ഒരു സ്ഥലം പൂനെയാണ്. 100%. ഞാൻ 2-3 സിറ്റികളിൽ പോയിട്ടുണ്ട്. ഇത്രയും ട്രാഫിക് സെൻസ് ഇല്ലാത്തൊരു സിറ്റി വേറെ. ബോംബെ പോലും ഭേദമാണ് പൂനെ വെച്ച് നോക്കുമ്പോൾ. ഭ്രാന്ത് പിടിച്ചാണ്. നമുക്ക് എപ്പോഴും ഈ ഡ്രൈവൊക്കെ അവിടെ കിട്ടാറുണ്ട്. ഒരു തരത്തിലെ വണ്ടി രക്ഷിച്ചെടുത്തതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഒന്ന് പോകുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ടാറ്റ ഹാരിയറിൻ്റെ ഡ്രൈവ് അവിടെയായിരുന്നു. രക്ഷപ്പെടുത്തിയെടുത്തൊരു മലയുടെ മുകളിൽ വരെ എത്തിച്ച് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെ അവിടെ ഓടിച്ച് ശീലിച്ച ആളായതുകൊണ്ട് തന്നെ കൊച്ചി എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല അല്ലേ, ഒരു പ്രശ്നമേ അല്ല അല്ലേ? അപ്പോൾ എന്താണ്, എത്ര കാലമായി വാഹനം എടുത്തിട്ട് പോളോ? ഞാനിത് 2017 ഞാൻ ദുബായിലായിരുന്നു 2017 വരെ. അപ്പോൾ അന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഇത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എടുത്താണ് 2017. എന്താണ് അന്ന് പോളോയിലേക്ക് പോകാനുള്ളൊരു കാരണം? ശരിക്കും ദുബായിൽ നിന്ന് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അതിന് മുമ്പ് നാട്ടിൽ വണ്ടി ഓടിച്ചിരുന്ന ആളാണ്. പക്ഷെ ഒരുപാട് നാൾ അങ്ങനെ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഓടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പൂനെയിലെ ട്രാഫിക് വന്ന സമയത്ത് ഈ കണ്ട് ഭ്രാന്തായിട്ട് എനിക്കൊരു ഫുൾ വണ്ടിയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ടെമ്പററി വണ്ടി എന്നുള്ള രീതിയിൽ ഒരു ചെറിയ വണ്ടി എടുക്കണം, ഒരു 1-2 വർഷം ഓടിച്ചതിന് ശേഷം മാറ്റാം എന്നുള്ളൊരു ചിന്തയിലെടുത്താണ്. പിന്നെ മാറ്റിയിട്ടില്ല. അത്ര ഇഷ്ടപ്പെട്ട വണ്ടി. ഡീസലോ പെട്രോളോ? പെട്രോൾ. മാനുവലാണോ? അല്ല, TSI ആണ്. GT TSI ആണ്. എന്താണ് മൊത്തത്തിൽ ഈ വണ്ടിയെ പറ്റി ഉള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ? മൊത്തത്തിൽ പറയാൻ ശരിക്കും നമ്മുടെ നാട്ടിൽ ഓടിക്കാൻ പറ്റിയൊരു ഞാൻ ഹാച്ച് ബാക്സിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സിറ്റിയിലാണെങ്കിലും അത്യാവശ്യം ലോങ് ഡ്രൈവിനൊക്കെ ആണെങ്കിലും വളരെ നല്ലൊരു വണ്ടിയാണ്. കുറച്ച് സ്പേസ് കുറവാണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ വലിയ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഓവറോൾ നല്ലൊരു വണ്ടിയാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ കിട്ടാൻ ഏറ്റവും നല്ല വണ്ടിയാണ്. അപ്പോൾ ഈ 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് അല്ലേ, അതൊക്കെ എൻജോയ് ചെയ്താണ് ഓടിക്കുന്നത്? പൂനെയിൽ നിന്ന് ഓടിച്ച് വന്നിട്ടുണ്ടാവുമല്ലോ? 4-5 പ്രാവശ്യം വന്നു അല്ലേ. അപ്പോൾ മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് ആ ഹൈവേയിൽ പോകുമ്പോൾ കുഴപ്പമില്ല, 12-13, എന്നാലും കുറവാണ്. 12-13 ഉള്ളൂ ഹൈവേയിൽ? അത്രയേ ഉള്ളൂ. പിന്നെ സിറ്റിയിൽ വളരെ കുറവാണ്, 8-9 ആണല്ലേ. അത് ശരി. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലേ? കാര്യം വണ്ടി ഇത്ര നല്ലതാണെങ്കിലും മൈലേജ് എന്ന് പറയുന്ന ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലേ? മൈലേജ് പ്രശ്നമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അന്നത്രയും മൈലേജിന് അത്രയും വണ്ടി ഓടിക്കലാണ് കുറച്ചുകൂടി താല്പര്യം. അപ്പോൾ അന്ന് എടുത്തപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? അന്ന് 24-25 അത്രയും ഓടി. ഇപ്പോൾ എത്ര ഉണ്ടാവും? ഇപ്പോൾ ഏതാണ്ട് 60-65 ഉണ്ടായി.
അപ്പോൾ ഈ ഫോക്സോണിൻ്റെ കാര്യത്തിൽ എല്ലാവരുടെയും ഒരു ആശങ്ക, പ്രത്യേകിച്ച് ആ കാലത്തൊക്കെ ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യമായിരുന്നല്ലോ, അത് ഫേസ് ചെയ്തിട്ടുണ്ടോ? സർവീസ് കോസ്റ്റ് റെഗുലർ സർവീസിന് നമുക്കൊരു പ്രത്യേകിച്ച് സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 12,000 13,000 ഒന്നും ചെയ്യാനില്ലെങ്കിൽ തന്നെ അത്രയാവും. ഇപ്പം പിന്നെ വാറണ്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്താണ് ചെയ്യുന്നത്, അതിനും ആ ഒരു 10-11 ഒക്കെ ആവും. പിന്നെ എന്തെങ്കിലും പാർട്സ് ഒക്കെ മാറ്റണമെങ്കിൽ ചില സമയത്ത് എക്സ്പെൻസീവ് ആവാറുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തവണ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ DSG ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മെക്കട്രോണിക്സ് പറഞ്ഞൊരു പാർട്ട് കംപ്ലൈൻ്റ് ആയിട്ട് അത് നാട്ടിൽ വെച്ചായിരുന്നു. അന്ന് ഓൾമോസ്റ്റ് ഒരു 85,000 ആയിരുന്നു മാറ്റാൻ. 85,000, 85,000 രൂപ. അതായത് ഈ 7 സ്പീഡ് DSG എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു ഗിയർ ബോക്സ് ആണ്. പക്ഷേ അതിനൊരു പ്രശ്നം ഇതാണ്, അത് ശരിക്കും പറഞ്ഞാൽ അത് ലൈഫ് ലോങ് ലോക്ക്ഡ് ആണെന്നൊക്കെ അവർ പറയും. എങ്കിൽ പോലും ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്ന പോലെ 85,000 റുപ്പീസ് അതിന് വേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ജർമ്മൻ വണ്ടികളുടെ എല്ലാം ഒരു പ്രശ്നമാണ്. അത് വണ്ടി ചെറുതായിട്ട് കാര്യമില്ല, കാര്യം എൻ്റെ ഒരു പെഡിഗ്രി എന്ന് പറയുന്നത് ജർമ്മൻ ആണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇതിന് ശേഷം ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ പിന്നെ വന്നു, ഹാച്ച് ബാക്കിലാണെങ്കിൽ പോലും ഇഷ്ടം പോലെ വന്നു. എന്തെങ്കിലും ഒരു വാഹനം കണ്ണിൽ പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഈവൻ വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും കൊള്ളാമല്ലോ എന്ന് തോന്നിയത്? ഞാൻ ഇങ്ങനെ പറഞ്ഞ എല്ലാ വ്ളോഗ്സ് നോക്കിയിരുന്ന കാണും, വണ്ടികൾ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരുപാട് വണ്ടികൾ എനിക്ക് ഇനിയിപ്പം ഫാമിലി 2 കുട്ടികളുണ്ട്, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വലിയൊരു വണ്ടി എടുക്കണമെന്നുണ്ട്. ഇത് കൊടുക്കാൻ താല്പര്യമില്ല, പക്ഷേ അപ്പം ഇറങ്ങുന്ന എല്ലാ വണ്ടികളും നോക്കും. ഇപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക, പക്ഷേ ഏത് വണ്ടിയാണെന്നുള്ളത് ഇതിൽ തീരുമാനിച്ചു. എങ്കിലും മനസ്സിൽ വന്ന 1-2 വണ്ടി ഏതാണ്? ഞാൻ XUV 700 കണ്ടു, ഇപ്പോൾ ഈ അടുത്ത് കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ജർമ്മൻ വണ്ടികളോട് ഒരു പ്രത്യേക താല്പര്യമാണ്. ഈ പറഞ്ഞ പോലെ വലിയ വണ്ടി വേണമെന്നുള്ളതുകൊണ്ട് എപ്പോഴും ആഗ്രഹമുള്ള വണ്ടി എപ്പോഴും നമ്മുടെ ബഡ്ജറ്റിൽ ഒരുപാട് മുകളിലാണ്. എങ്കിലും കുഷാക്ക് ഒക്കെ ആയിരിക്കും അല്ലേ? കുഷാക്ക് അല്ലെങ്കിൽ ടൈഗുണൊക്കെ ആണോ മനസ്സിൽ? ഞാൻ അതൊക്കെ ചെക്ക് ചെയ്തു. എനിക്ക് കുറച്ചും കൂടി ഒരു വലിയ വണ്ടി, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു യൂസ് കാർ തന്നെ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. കുറച്ചുകൂടി ഒരു മുകളിലേക്ക് ഒരു റേഞ്ചിൽ ഒരു യൂസ് കാർ തന്നെ എടുത്താൽ കൊള്ളാം. ഓക്കെ ഓക്കെ. അതുപോലെ ഇലക്ട്രിക് കാറുകളൊരു കാലമാണല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടില്ല. ഇലക്ട്രിക് കാറുകൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എല്ലാം പുതിയ വണ്ടികളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഇലക്ട്രിക് കാറുകൾ എനിക്കിപ്പോഴും പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പൂനെയിലേക്കൊക്കെ സ്ഥിരം വണ്ടി ഓടിക്കുന്ന ആളാണ്. ഫാമിലി ആയിട്ടാണെങ്കിൽ ഇവിടെ ഒരുപാട് ലോങ് ഡ്രൈവ്സ് പോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക് റേഞ്ച് ആങ്സൈറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ എൻ്റെ അടുത്ത അറിവിലുള്ള ആരും ഇങ്ങനെ എടുത്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ വെയിറ്റിംഗ് ആൻഡ് വാച്ചിങ്. അതുപോലെ തന്നെ ഇപ്പം അത് എന്താ പറയുക, ഔട്ട് ഇതിൽ ചോദിക്കുകയാണ്, ഇപ്പോൾ പൂനെന്നൊക്കെ സ്ഥിരമായിട്ട് ഓടിച്ചു വരുന്ന ആളാണ്. എനിക്കറിയാം ജേക്കബ് ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ലൈൻ ട്രാഫിക് എന്ന് പറയുന്നത് കീപ്പ് ചെയ്ത് തന്നെയാണ് ഇവിടെ ഓടിക്കാനുള്ളത്. പൂനെയിൽ അത് പറ്റില്ല. പൂനെയിൽ ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാക്കിൽ ആൾക്കാർ ചെയ്തു. എനിക്ക് ആദ്യത്തെ 2 ആഴ്ച ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പ്രാന്തായി പോയിട്ടുണ്ട്. സിഗ്നലിലൊക്കെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് റെഡിലാണ് ആൾക്കാർ ബാക്കിൽ നിന്ന് ഹോൺ അടിക്കും. അപ്പോൾ ആദ്യം ആയിരിക്കും നമ്മൾ, കാരണം പൂനെയിൽ നമ്മൾ ട്രാഫിക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാഫിക് പോകേണ്ടത്. അതെ, അങ്ങനെ സംശയം തോന്നും. പക്ഷെ ഹൈവേയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും ഇല്ല. പ്രത്യേകിച്ച് ഈ പൂനെയിൽ നിന്ന് നാട്ടിലേക്കൊക്കെ ഓടിച്ചു വരുന്ന സമയത്ത് അത്യാവശ്യം എല്ലാവരും ലൈൻ ട്രാഫിക് ഒക്കെ അങ്ങനെയാണ് തോന്നുന്നത്. ഭേദമാണ്. അങ്ങനെ കൊച്ചി ഒത്തിരി ഭേദമാണ്. എങ്കിലും ലൈൻ ട്രാഫിക് നോക്കാതെ ഈ ലോറികളൊക്കെ നിരന്നു പോകുന്ന ഒരു കാര്യം ഈ പൂനെ എന്നൊക്കെ വരുമ്പോഴത്തേക്കും തോന്നാറുണ്ടല്ലോ. അതുകൊണ്ട് കോലാപൂർ ഹൈവേയിലൊക്കെ സ്ഥിരം ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ ലോറികൾ നമ്മൾ യൂസ്ഡ് ആവും. അതെ, നമ്മൾ യൂസ്ഡ് ആവും. അല്ലാതെ നമ്മളിനി അവരെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ യൂസ്ഡ് ആകുക, അതേ ഉള്ളൂ. എന്തായാലും സന്തോഷം. ഈ പറഞ്ഞ പോലെ ഈ ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് ഈ ഗിയർ ബോക്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ. വന്നു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്, പക്ഷേ വന്നു കഴിഞ്ഞാൽ കോസ്റ്റ്ലി ആണെന്നുള്ള മറ്റൊരു കാര്യം. എങ്കിൽ പോലും ഇപ്പോഴും പോളോയ്ക്ക് ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരാൾ പോലും അതിനെ കുറ്റം പറയില്ല. ഓടിക്കുന്ന ആരും ഇപ്പം തന്നെ കണ്ടല്ലോ, 85,000 മുടക്കിയിട്ട് പോലും ഇതിനെ കുറ്റം പറയുന്നില്ല. അതാണ് ഈ വണ്ടിയുടെ ഒരു ഗുണം. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കാണുമ്പോൾ കുറച്ചുകൂടെ വലിയ ഒരു പ്രീമിയം SUV എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി നോക്കാം, ഒരു ചെറിയ ഗിഫ്റ്റ്. രാവിലെ അതിൽ വന്നതല്ലേ, നമ്മൾ റോഡ്മേറ്റ് എന്നൊരു ആപ്പുണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മളൊരു ഗിഫ്റ്റ് കൂപ്പൺ തരും. അത് റെഡീം ചെയ്യുകയാണെങ്കിൽ വർഷത്തിൽ 4 പ്രാവശ്യം സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഈ വണ്ടി സർവീസ് ചെയ്യാനുള്ള, വാട്ടർ സർവീസ് ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റ് കൂപ്പണാണത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വാട്ടർ സർവീസ് സെൻറ്ററുമായിട്ട് റോഡ്മേറ്റ് ടൈപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം ഓടിച്ച് പൂനെ പോവുകയാണെങ്കിൽ പൂനെയിലുണ്ടാവും. അപ്പോൾ അവിടെ വേണമെങ്കിൽ സർവീസ് ചെയ്യാം. അത് ഞാൻ ആ കൂപ്പൺ ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വൃത്തിയായി സൂക്ഷിച്ച് കൊണ്ടു നടക്കുക നമ്മുടെ വകയായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് മഹീന്ദ്ര താറിൻ്റെ ഓണറിനാണ്. നമസ്കാരം. നമസ്കാരം. പേര്? ജോർജ്. എന്ത് ചെയ്യുന്നു? ഫിലിം എഡിറ്ററായിട്ട് വർക്ക് ചെയ്യും. ശരി. ഏതാ അടുത്ത കാലത്തെ സിനിമ? ഇപ്പം വർക്ക് ചെയ്യുന്ന സിനിമ ആടുജീവിതം. ശരി. ആടുജീവിതത്തിന് എഡിറ്ററാണോ? നിസ്സാരക്കാരനല്ല, രാവിലെ കിട്ടിയിരിക്കുന്നത്. പ്രൊമോഷൻ ടീമിലാണ്. അത് ശരി. ഓക്കെ. എത്ര കാലമായി ഇപ്പം ഈ ഫിലിം എഡിറ്റിങ്ങിൽ? ഒരു 10 വർഷമായി. 10 വർഷമായി. അപ്പോൾ അധികം പ്രൊമോസ് ആണോ? എങ്ങനെയാണ്? അല്ല, ഞാൻ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തമിഴ് ഫീച്ചർ ഫിലിം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ റിലീസിൽ നിൽക്കുകയാണ്. പിന്നെ ഒരു
15 സിനിമകൾ അസോസിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി. അപ്പം മലയാളത്തിൽ തന്നെ ഇൻഡിപെൻഡൻ്റ് ആകും ഉടനെ അല്ലേ? ചിലപ്പോൾ ശ്രദ്ധിച്ചോണ്ടോ ഈ മുഖവും ഈ പേരും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എടുത്തായിട്ട് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ആളാണ്. നാടെവിടെയാവോ? കായംകുളം. അപ്പോൾ എറണാകുളത്താണ്. എറണാകുളം എൻ്റെ സ്റ്റുഡിയോ തൊട്ടടുത്ത് തന്നെയാണ്. സ്വന്തം സ്റ്റുഡിയോ തന്നെ? സ്വന്തം സ്റ്റുഡിയോ. എന്താ പേര് സ്റ്റുഡിയോയുടെ? മീഡിയ മഹർഷി. ശരി. ഓക്കെ. അപ്പോൾ ഇനി വണ്ടിയിലേക്ക് വരാം. ഈ താറെന്ന് പറയുന്ന അടുത്ത കാലത്ത് 5 ഡോർ വരാൻ പോകുന്ന കേട്ടപ്പോൾ വിഷമം തോന്നിയോ? വിഷമം സത്യം പറഞ്ഞാൽ തോന്നി കുറച്ച്. എന്താണ് അങ്ങനെ വിഷമം തോന്നാൻ കാര്യം? ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി പ്രശ്നം തോന്നിയിട്ടുണ്ടോ? ഇതിന് ശരിക്കും നമ്മൾ ഇതെടുത്തെങ്കിലും 4 വീൽ ഡ്രൈവുകൾ സത്യം പറഞ്ഞാൽ കുറവാണ്. ഇത് എടുക്കുന്നവരൊക്കെ നോർമൽ റോഡിൽ കൂടെ ഓടിക്കുന്നവരാണ്. എന്നാലും ഞാനിപ്പോൾ വട്ടവട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹൈ റേഞ്ചും പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഭയങ്കര നോർമലൈസ് ചെയ്യുന്നു ഒരുപാട് പേര് അതിൻ്റെ ഒരു തുറന്നു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ശരിക്കും ഇത് മെയ്ഡ് ഫോർ 4 വീൽ ഡ്രൈവിൻ്റെ ഒരു ഫാക്ടർ ഉണ്ട് അതിനകത്ത്. പിന്നെ കുറേ കൂടെ കോമൺ ആകും നമുക്ക് വണ്ടി. ഇഷ്ടംപോലെ റോഡ് ഇപ്പം തന്നെ ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ്നെസ് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഒരു 4 വീൽ ഡ്രൈവ് ആണ് അതിൻ്റെ പവർ. അപ്പോൾ അത് 2 വീലാക്കി വരുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്. അല്ല, ഓൾറെഡി ഇപ്പോൾ 2 വീൽ വന്നല്ലോ, ഇതിൻ്റെ വന്നല്ലോ, 2 ഡോറിൻ്റെ വന്നല്ലോ. ഇപ്പോൾ ഈ 2 ഡോറിൻ്റെ ഒരു പ്രശ്നമായിട്ട് പലരും പറയുന്ന ഒരു പ്രാക്ടിക്കാലിറ്റി പ്രശ്നമാണ്. അത് പിൻഭാഗത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്, ബാക്കി ഇരിക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ ബൂട്ട് സ്പേസ് കുറവാണ്. അതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമുക്ക് വീട്ടിലെ യൂസിന്, ഫാമിലിയുടെ യൂസിന് വേറെ ഒരു സെഡാൻ ഉള്ളത് കൊണ്ട് ഞാൻ അത്രയും ഫീൽ. ഇതിപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം യങ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ബാക്കിൽ കയറാനും പറയുമ്പം ഒരു കുറച്ച് ഏജ് കഴിഞ്ഞവർക്ക് കയറാൻ പ്രയാസമുണ്ട്. പക്ഷേ നമ്മളെ പോലുള്ള ചെറുപ്പക്കാർക്കാകുമ്പോൾ നമ്മൾ ചാടി കയറിയിരിക്കും വരും. ഇപ്പം ഞാൻ 4 വീൽ ഡ്രൈവ് പോയതും ഒക്കെ 4-5 പേര് വെച്ചിട്ട് ഞങ്ങൾ 4 വീൽ ഡ്രൈവ് പോകും. പക്ഷേ ബാക്കിൽ അത്രയും പേരും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നത്. ചെറുപ്പക്കാരാകുമ്പോൾ അങ്ങനെ ഇതായിട്ടാണ് പോയത്. ഈവൻ എൻ്റെ അമ്മ പോലും അമ്മ പറയും ഇപ്പം ഞാൻ തന്നെ ഫുട്ബോൾ പോലെ ചാടി കയറി ഇരിക്കുമെന്ന് പറയും. അപ്പം അമ്മ പോലും കംഫർട്ടായിട്ട് കയറി ഇരിക്കുന്നുണ്ട്. കുറച്ച് പ്രയാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരും. ഈവൻ സെഡാനിൽ പോലും കുനിയാൻ വയ്യ, ഇരിക്കാൻ വയ്യ പ്രയാസം പറയുന്നവരുണ്ട്. അപ്പം പിന്നെ അത് നമുക്ക് സഹിക്കാവുന്ന പ്രയാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താണ് ഇത് വാങ്ങിക്കാൻ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ഒരു ഘടകം എന്താ ഇതിൻ്റെ? വീട്ടിൽ ഇതുവരെ ഒരു SUV ടൈപ്പ് വണ്ടികൾ ഉണ്ടായിരുന്നില്ല. സ്കോഡയാണ് മുന്നേ, സ്കോഡയുടെ ഓടിയുണ്ട്. അപ്പോൾ അതെല്ലാം പ്രീമിയം കാർ, സെഡാനുകളാണ്. എനിക്ക് എപ്പോഴും ഒരു SUVകളോടൊരു താല്പര്യമുണ്ട്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങുമ്പോൾ എനിക്ക് നമ്മളുടെ ഒരു വർക്കിംഗ് സ്റ്റൈലും പാറ്റേണും പിന്നെ ഒരു മാച്ചോ ഫീലും ഒക്കെ തോന്നിയത് കൊണ്ട് ഇത് അന്ന്, അതായത് 2020 ഫസ്റ്റ് ഡേ ഡെലിവറി വണ്ടിയാണ്. അപ്പം അത് ഞാൻ നേരത്തെ കണ്ട് പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്ത് ബ്രദറുമായിട്ടൊക്കെ ആലോചിച്ച് ബുക്ക് ചെയ്ത് എല്ലാവരോടും പറഞ്ഞ് നമ്മളിതാണ് എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വളരെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് എക്സൈറ്റ്മെൻറ്റോടെ വാങ്ങിയ വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അത്ര എക്സൈറ്റ്മെൻറ്റോടെ വാങ്ങിച്ച വണ്ടി അത് മീറ്റ് ചെയ്യുന്നുണ്ടോ? ആ എക്സൈറ്റ്മെൻറ്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ മാനുവൽ ഓടിച്ചു. എനിക്ക് കുറച്ചും കൂടെ ഡീസൽ ഓട്ടോമാറ്റിക് തന്നെയാണ് ഇപ്പോഴും കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇന്ത്യൻ വണ്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും പറയാറുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെന്നുള്ള കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ XUV, എൻ്റെ ഫ്രണ്ടിന് XUV ആണ്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാം വണ്ടി നമ്മുടെ വണ്ടി പോലെ തന്നെയാണ്. അപ്പം പൊതുവേ മഹീന്ദ്രയുടെ ഒക്കെ ഒരു ഇതെന്ന് വെച്ചാൽ 19,000 കിലോമീറ്റർ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പൊങ്ങി വരും. അപ്പോൾ ഞാനിപ്പം 45 ആയിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് 1-2 വട്ടം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതെല്ലാം വാറണ്ടിയുടെ അണ്ടറിലായതുകൊണ്ട് കവറായി പോയി. ഇപ്പം വാറണ്ടി കഴിഞ്ഞു. ഇനിയുള്ള പ്രശ്നങ്ങൾ ഇതായതുകൊണ്ട് തന്നെ നമുക്ക് മീറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പാർട്ട് ഫ്രം ഈ എഞ്ചിൻ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ സർവീസ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ? സർവീസ് ഇപ്പം നേരത്തെ എല്ലാം വാറണ്ടി കഴിഞ്ഞു എങ്കിൽ പോലും സർവീസ് സെൻ്ററിലെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? എനിക്ക് സോഫാർ നല്ല സർവീസാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഞാനിവിടെ വയലാറ്റിലാണ് സർവീസ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി നല്ല, കാരണം ഞാൻ ആദ്യ ദിവസങ്ങളിലൊക്കെ ഞങ്ങളൊരു ഗ്യാങ് ആയിട്ടാണ് വണ്ടി എടുത്തത്. ഞങ്ങൾ 5 പേര് ഒരുമിച്ച് വണ്ടി എടുത്തത് കൊണ്ട് അവരുമായിട്ട് വളരെ നല്ല സൗഹൃദത്തിലൂടെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞ ഒരു ഡേറ്റ് തന്നാൽ എന്നെ ഡിലേ ആക്കാതെ കാര്യമായിട്ട് തന്നെ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതെ. ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്താ? ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഫാക്ടറി അപ്പാർട്ട് ഫ്രം ഈ വണ്ടിയുടെ ടെക്നിക്കാലിറ്റി, ഇത് നമുക്ക് തരുന്ന ഒരു റോഡ് സ്പേസ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഇപ്പോഴും നമ്മൾ ആനപ്പുറത്തിരുന്ന് വരുന്നൊരു ഫീലുണ്ട് നമുക്ക്. അപ്പം നമ്മളെ ആദ്യങ്ങളിലൊക്കെ വണ്ടി എടുത്ത് ആദ്യത്തെ 1 വർഷമൊക്കെ നമ്മൾ ഒരു റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവൻ അങ്ങ് മാറി തരുമായിരുന്നു. ഇപ്പം പിന്നെ ഭയങ്കര കോമൺ ആയതുകൊണ്ട് ആ ഇതില്ല. പിന്നെ എവിടെയും നമുക്ക് എടുത്തുകൊണ്ട് പോകാമെന്നുള്ളത്. എനിക്ക് ഈ സിറ്റി റൈഡിലും
അല്ലെങ്കിൽ കൊച്ചു റോഡുകളിലും ഒക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ഏത് ടെറൈനിലും എടുത്തുകൊണ്ട് പോകാം. പിന്നെ പഴയ താറുമായിട്ട് നോക്കുമ്പം നമ്മളൊരു 4 വീൽ ഡ്രൈവ് പോകുമ്പോൾ പഴയ താറിൻ്റെ ബോഡിയിലൊക്കെ 2 ഇലയോ മുള്ളോ കൊണ്ടാൽ നമുക്ക് അത്ര പേടിക്കാനില്ല, നമുക്കത് ടെൻഷനില്ല. ഇത് നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മളുടെ ദേഹം മുറിയുന്ന പോലെയാണ് അതിലൊരു കമ്പ് തട്ടുമ്പോൾ. ആ ഒരു പേടിയാണ് ഇതിൻ്റെ ഒരു ബോഡി ബിൽറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഡിസൈൻ കൊണ്ട് എനിക്കൊരു ഇതുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ പഴയ താറ് പോലെ ഒക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. എന്താണ് എന്തെങ്കിലും ഒരു കുറവ് തോന്നിയിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയ ഒരു ഫീച്ചർ? ഇപ്പം നമ്മൾ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഇപ്പോൾ കിയ പോലെ ഉള്ള കമ്പനികൾ തരുന്ന ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കുറവുകൾ ഫീൽ ചെയ്യും. പക്ഷേ നമ്മളിപ്പം നിലവിലുള്ളത് വെച്ച് ഞാനങ്ങ് തൃപ്തനാകുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഓക്കെ ഡീസൽ അടിക്കാൻ പോകുന്നു, കീ ഊരി കൊടുക്കുന്നതൊക്കെ പോലെ നമ്മളിപ്പം വളരെ യൂസ്ഡ് ആയി പോയൊരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറവുകളൊക്കെയാണ് ഉള്ളത്. പിന്നെ എന്തെങ്കിലും കുറവുകൾ തോന്നിയാൽ നമുക്ക് വേറൊരു വണ്ടി കൊണ്ട് റീപ്ലേസ് ചെയ്യാന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ വലിയ കുറവുകളെ പറ്റി അത്ര ഇതാകാത്തത്. അപ്പോൾ SUV ആണ് ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഇത് എന്തായാലും ഉടനെ വിൽക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കുറച്ച് നാളോട് ഓടും. എങ്കിൽ പോലും പുതുതായിട്ട് കണ്ണിൽപ്പെട്ട ഒരു SUV അതാ കൊള്ളാമല്ലോ എന്ന് തോന്നിയത്. എനിക്കിപ്പം 700 ഇഷ്ടമാണ്. 700 ഓടിച്ചപ്പോഴും ഒക്കെ നല്ല സ്മൂത്താണ്, വണ്ടി വളരെ. പിന്നെ പഴയ XUV-ലൊക്കെ ഭയങ്കര പഴയ XUV എനിക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും നല്ലൊരു ഫീല് തരുന്നൊരു വണ്ടിയാണ്. പക്ഷേ കൂടെയുള്ള ബാക്കിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു ബോഡി റോളിങ്ങിൻ്റെ ഒക്കെ പ്രശ്നങ്ങളും ഒക്കെ ഒഴിച്ചാൽ പുതിയ 700 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല, സാധ്യതയില്ല. ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അത് കണ്ടാൽ അറിയാം, ഇത് അധികം കുറേ കാലം ഇങ്ങനെ ഓടിക്കുന്ന ആളാണെന്നുള്ള കാര്യം. അപ്പോൾ ഇനി ഇതിൽ നിന്ന് വിട്ടിട്ട് കാര്യം ചോദിക്കട്ടെ, ആടുജീവിതം എങ്ങനെയുണ്ട്? അല്ല, അത് ഞാൻ പറയാൻ അല്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഇതിൻ്റെ വിഷ്വലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അത്രയൊരു എക്സ്പെക്ടേഷൻ, ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ എക്സ്പെക്ടേഷൻ തന്നെ ഉണ്ടോ ആടുജീവിതത്തെ പറ്റി? അല്ല, അങ്ങനെ പറയാൻ പാടില്ല. എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് പോലും പറയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും മലയാളത്തിൽ പുതിയ സിനിമകൾ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ, എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് വരാൻ പോകുന്നതായിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വകയായിട്ട് തരാൻ പറ്റുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ വാഹനം സർവീസ് ചെയ്യാനുള്ള വർഷത്തിൽ 4 തവണ സർവീസ് ചെയ്യാനുള്ള ഒരു കൂപ്പണാണ്. അത് റോഡ്മേറ്റ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൂപ്പൺ തരും. അത് റെഡീം ചെയ്യുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും വർഷത്തിൽ 4 പ്രാവശ്യം വണ്ടി വാട്ടർ സർവീസ് ചെയ്ത് ഭംഗിയാക്കാൻ സാധിക്കും. അപ്പോൾ റോഡ്മേറ്റുമായിട്ട് ടൈപ്പുള്ള ധാരാളം സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് ഏതാണ് നമ്മൾ എവിടെയാണോ ഉള്ളത് അതിൻ്റെ അടുത്തുള്ളത് സെലക്ട് ചെയ്യുക, കൊണ്ടുപോയി സർവീസ് ചെയ്യുക. അപ്പോൾ അതാണ് നമുക്ക് തരാനുള്ളത്. ഇപ്പോൾ ഇത്തിരി പൊടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സർവീസ് എടുത്തോട്ടെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും അധികം ആൾക്കാർ നോക്കി വാങ്ങിക്കുന്ന 2 മോഡലുകളുണ്ട്. ഒന്ന് ടൊയോട്ട ഹൈറൈഡറും മറ്റൊന്ന് മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാരയും. എന്താണ് ഈ വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, ഇത് രണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് 2 സിറ്റിയിലൊക്കെ നമ്മൾ ഓടിച്ചപ്പോൾ എനിക്ക് 19.1 ആണ് കിട്ടിയത്. ഹൈറൈഡർ ഞാൻ ബാംഗ്ലൂർ ടൗണിൽ ഓടിച്ചപ്പോൾ. അപ്പോൾ എന്നോട് സജഷൻ ചോദിക്കുന്ന എല്ലാവരും ഞാൻ പറയുന്നത്, മൈലേജാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ 2 വണ്ടികളിൽ ഏതെങ്കിലും ഒന്ന് എടുത്തോളൂ എന്നാണ്. അങ്ങനെ ഗ്രാൻഡ് വിറ്റാര എടുത്ത ഒരാളാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. ഹായ്, പേര്? ഷംനാഥ്. ഷംനാഥ് എന്ത് ചെയ്യുന്നു? ഞാൻ ഡോക്ടറാണ്. എവിടെയാണ്? കൊച്ചിയിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഫിസിഷ്യനാണ്. ശരി. അപ്പോൾ ഇടയ്ക്ക് സംശയം വിളിച്ച് ചോദിക്കാം കേട്ടോ, എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്. ഇപ്പം ഇത് 2 കമ്പനികൾ ഇറക്കിയിട്ടുണ്ട്, ടൊയോട്ടയും മാരുതിയും. എന്തുകൊണ്ടാണ് മാരുതിയുടെ വണ്ടിയിലേക്ക് എത്തിയത്? ആക്ച്വലി എടുക്കുന്ന സമയത്ത് അവൈലബിലിറ്റി മാരുതിയുടെ ആയിരുന്നു. ഹൈറൈഡറിന് വളരെ വെയിറ്റിംഗ് പീരീഡ്, അതാണ് ഒന്നാമത്തെ റീസൺ. പിന്നെ ഒരു ഹൈബ്രിഡ് മോഡൽ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. അതെ, പ്യുവർ ഹൈബ്രിഡ്. അപ്പം എന്തുകൊണ്ടാണ് ഒരു സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് ഒരു മനസ്സ് പോയത്? എന്തുകൊണ്ടായിരിക്കാം? ബേസിക്കലി എനിക്ക് കൂടുതലും സിറ്റി ഡ്രൈവ് ധാരാളം ഉണ്ട്, പിന്നെ ലോങ് ഡ്രൈവും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ഒരു വണ്ടി ഓടിക്കാനുള്ള ഒരു സ്മൂത്ത്, ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ലോങ് ഡ്രൈവിലാണെങ്കിലും നല്ല മൈലേജും എല്ലാം അവൈലബിൾ ആണെന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ചപ്പോഴാണ് എടുത്തത്. മാരുതി ആയതുകൊണ്ട് തന്നെ ഇന്റീരിയർ എങ്ങനെ ഉണ്ടാവും ഒക്കെ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ മാരുതി അല്ലല്ലോ ഇത്. അതെ, ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ടൊയോട്ടയുടെ പ്ലാന്റ് ടൊയോട്ടയാണ്. എന്നിട്ട് ഇത് മാരുതിയുടെ വെച്ചുകൊണ്ട് വിടുന്നു, സുസുക്കിയുടെ വെച്ച് വിടുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പക്ക ഒരു 100% ടൊയോട്ടയാണ് എന്ന് പറയാവുന്ന വാഹനമാണ്. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ എക്സ്പെക്ടേഷൻ ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ? അതായത് മൈലേജ് ഇത് വിചാരിച്ച പോലെ കിട്ടുന്നുണ്ടോ? സിറ്റിയിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് 19.1 കിട്ടി. അത്രയും സിറ്റി കിട്ടുന്നുണ്ട്. ഉണ്ടല്ലേ? ലോങ് ഡ്രൈവിൽ അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. സിറ്റിയിൽ കംഫർട്ടാണ്. ഞാൻ നേരത്തെ യൂസ് ചെയ്തൊരു ഹോണ്ട സിറ്റി ആയിരുന്നു. അപ്പോൾ അതും അത്യാവശ്യം എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു, എക്സെപ്റ്റ് അത് മാനുവൽ ആയിരുന്നു. ഓട്ടോമാറ്റിക്കിലോട്ട് മാറിയപ്പോൾ തന്നെ ഹൈബ്രിഡൂടെ ആകുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു. വളരെ സൈലൻ്റ് ആണ്.
അനക്കമേ ഇല്ല. ഒരു അനക്കമേ ഇല്ല. അതൊരു ഇതാണ്. എങ്കിലും പലരും പറയുന്നത് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇപ്പോൾ ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് പലപ്പോഴും ഇതിൽ വേണ്ടത്ര പിക്കപ്പ് പോരാ എന്നൊക്കെ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ലോങ് ഡ്രൈവിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ലോങ് ഡ്രൈവിൽ ഈ പറയുന്ന പോലെ നമ്മളൊരു 80-90 പോയിട്ട് പെട്ടെന്ന് ഒരു ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ പഴയതുപോലെ ആ ഡൗൺ ചെയ്ത് കയറിപ്പോകുന്ന ആ ഒരു ഫീല് കിട്ടത്തില്ല. പക്ഷേ ആസ് ഒരു ഹൈബ്രിഡ് മോഡൽ എന്നുള്ള രീതിയിൽ ഒരു ലാഗ് ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സ്മൂത്ത്നെസ് ആണോ ഈ വണ്ടിയുടെ? സ്മൂത്ത്നെസ് ആൻഡ് സൈലൻസ് ആണ്. എഞ്ചിൻ്റെ ആ ഒരു സൈലന്റ് മോഡും അകത്തിരിക്കുമ്പോൾ നമ്മളൊന്നും കേൾക്കത്തില്ല. ഞാൻ ഈ വണ്ടി ആരുടെയും വാലേ പാർക്കിങ്ങിനൊക്കെ കൊടുത്താൽ അവരും വന്ന് പറയുന്നുണ്ട്, സാർ ഇത് ഓൺ ആവുന്നു പോലും അറിയുന്നില്ലല്ലോ. ശരി. അപ്പോൾ ബാക്കി ഇപ്പം ഫാമിലിയൊക്കെ ആണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ സ്പേസ് എല്ലാവരും ഹാപ്പിയാണോ? അതെ, സോഫാർ ഹാപ്പിയാണ്. ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി ബാംഗ്ലൂർ മെനഞ്ഞാന്ന് വന്നതേ ഉള്ളൂ. ബാംഗ്ലൂർ അപ്പോൾ ലോങ് ഡ്രൈവ് ആയിരുന്നു. അതിലും ഈ ഇടയ്ക്കൊരു 3-4 hours ഞങ്ങൾക്കൊരു ബ്ലോക്ക് കിട്ടി ഹൈവേയിൽ, എക്സ്പ്രസ് ഹൈവേയിൽ. ആക്സിഡൻ്റ് ആയിട്ട് 4 hours ഞങ്ങൾക്ക് വണ്ടിയിൽ മാത്രം ഇരിക്കേണ്ടി വന്നു. അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഈ സൗണ്ടും ഇല്ല, വൈബ്രേഷൻ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇത് സാധാരണ ഇതിൽ ഇത്രയും ദൂരമൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ഈ ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്യാറുണ്ടോ? അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്, പക്ഷേ ബാക്കി എല്ലാവരും കീപ്പ് ചെയ്ത് മാത്രമേ അതൊരു ലൈൻ ട്രാഫിക് പോകും. അതെ. അപ്പോൾ ഞാൻ ചോദിക്കാൻ കാര്യം പറ്റുന്നില്ല, നമ്മളെ ആരും ഇത് പഠിപ്പിക്കുന്നില്ല ലൈൻ ട്രാഫിക്. പക്ഷേ ഇപ്പോൾ വലിയ ഹൈവേകളൊക്കെ വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായും അത് കീപ്പ് ചെയ്ത് ഓടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് അത് മനസ്സിലാക്കിയത്? എങ്ങനെയായിരുന്നു മനസ്സിലാക്കിയത്? ഇംഗ്ലീഷ് മൂവീസ് ഒന്നും ബാക്കി അല്ലാതെ ആരും പഠിപ്പിക്കുന്നില്ല. അതാണ് നമ്മുടെ ഒരു ഗതികേടെന്ന് പറയുന്നത്, അല്ലേ? സത്യം. അപ്പോൾ ഇപ്പം പറഞ്ഞാൽ ഇതിനേക്കാൾ സൈലന്റ് ആയിട്ടുള്ള വണ്ടികൾ വന്നു, ഇലക്ട്രിക്. ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഇല്ല. എനിക്കത് ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ആസ് യൂഷ്വൽ ഇത് ചാർജ് ചെയ്യേണ്ട ഹൈബ്രിഡ് ആയതുകൊണ്ടുള്ള ഒരു കുറേ ഗുണങ്ങളുണ്ടല്ലോ. അത് കാരണം പ്യുവർ EVയിലോട്ട് പോകാനൊരു മടിയുണ്ട്. അപ്പോൾ ഇത് ഏകദേശം എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനമാണ്. എങ്കിൽ പോലും എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിലും തോന്നിയ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു ഫീച്ചർ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അതെ, ഈവൻ ചാർജിങ് ആണെങ്കിലും അതുമൊക്കെ ഉണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കാലം? ഇപ്പോൾ 2 വർഷമായോ? അല്ല, ഇതിപ്പോൾ 8 മാസം. 8 മാസം. ഈ 8 മാസത്തിനുള്ളിൽ ഇത് ഇത് വേണ്ടായിരുന്നു, അത് വാങ്ങിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി ഏതെങ്കിലും വണ്ടി കണ്ടിട്ടുണ്ടോ? അല്ല, ഈ ഒരു റേഞ്ചിൽ കണ്ടിട്ടില്ല. ഇല്ല, സെഡാൻ മോഡലിൽ അത് മേടിച്ചാൽ കൊള്ളാം തോന്നിയിട്ടില്ല. മറ്റേത് വണ്ടി കണ്ണിപ്പെട്ടത് വെറുതെ വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും ഏതാണ് കൊള്ളാമല്ലോ എന്ന് തോന്നിയൊരു വണ്ടി ഇപ്പം അടുത്ത കാലത്ത് കണ്ടതിൽ? സ്കോഡയുടെ ഒരു കാർ കണ്ടിട്ട് എനിക്കത് വെർട്ടസ് ആയിരിക്കും അല്ലേ? വെർട്ടസ്. അത് ശരിക്കും യൂറോപ്യൻ സ്റ്റൈലിങ് ഗംഭീരമാണ്. അപ്പം ഇനിയിപ്പോൾ ഇതിൽ തന്നെ തുടരുകയാണോ കുറേ കാലത്തേക്ക് എന്ന് തന്നെയാണോ തീരുമാനം? ഹൈബ്രിഡ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇതിൻ്റെ കാലം എവിടം വരെ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പ്യുവർ EV നല്ലൊരു റേഞ്ചിലുള്ള EV എനിക്ക് ബാംഗ്ലൂർ എത്തി തിരിച്ചു വരാൻ പറ്റുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്ന EV ഉണ്ടെങ്കിൽ. അതുപോലെ സർവീസ് എങ്ങനെയുണ്ട്? സർവീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ 8 മാസത്തിനുള്ളിൽ? 2 സർവീസ് ചെയ്തിട്ടുണ്ട്. സർവീസ് നോട്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. മാരുതിയുടെ കുറേ ഇഷ്യൂസ് അതിനകത്ത് തന്നെ ഉണ്ട്. അവർ കുറേ ശ്രമിച്ചിട്ടുണ്ട് ഇതൊക്കെ റെഡിയാക്കാൻ. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഇഷ്യൂസ് വന്നത് എനിക്ക് ഫസ്റ്റ് സർവീസ് സമയത്ത് തന്നെ സീറ്റ് ഭയങ്കര ലൂസായിരുന്നു, ബാക്ക് സീറ്റ്. അത് ഞാൻ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തു. അത് അവർ കറക്റ്റ് ചെയ്തു. വീണ്ടും സെക്കൻഡ് സർവീസ് ആയപ്പോൾ വീണ്ടും ലൂസാണ് ബാക്ക് സീറ്റ്. അതെല്ലാം പഴയ ഇത് തന്നെയാണ്. അതാണ് ഈ മാരുതി ഉള്ളത്, അതൊക്കെയാണ്. ബാക്കിയെല്ലാം മാറിയിട്ടുണ്ട്. സർവീസ് കോസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു സെക്കൻഡ് സർവീസ്? സെയിം 6,000 7,000 ഒക്കെ ഉള്ളൂ. ഹോണ്ട സിറ്റിയുടെ വിലയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്രയും സർവീസ് കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വിലയേക്കാളും കൂടുതലാണ്. എന്നിട്ടും അത്രയും കോസ്റ്റ് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഹൈ റൈഡർ ആയിരുന്നു അത്രയും കൂടെ വരില്ല, അതിലും കുറവായിരിക്കും കുറച്ചുകൂടെ കോസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് അത്രയും ബുക്കിംഗ് പീരീഡ് എന്നാണ് മനസ്സിലാക്കാൻ. ഏകദേശം 1.5 വർഷം. അതാണ് ശരിക്കും ആ ടൊയോട്ടയുടെ കാര്യത്തിൽ 2 വണ്ടി ഒന്നാണെങ്കിൽ പോലും സർവീസ് കോസ്റ്റ് കണ്ടിട്ടാണ് ജനങ്ങൾ അതിലേക്ക് കൂടുതൽ പോകുന്നത്. സർവീസ് കോസ്റ്റ് കുറവായിരിക്കും എന്നുള്ളൊരു കാര്യം മറ്റെല്ലാ കാര്യത്തിലും 2 വണ്ടി ഒരുപോലെയാണ്. എന്തായാലും നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന മൈലേജ്. ഞാൻ അന്ന് ആദ്യം ഇതിൻ്റെ മീഡിയ ഡ്രൈവിന് ബാംഗ്ലൂർ ഓടിച്ചപ്പോൾ കിട്ടിയ 19 എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു ഈ വണ്ടിയുടെ മറ്റെന്തെങ്കിലും ഗുണം ആ വണ്ടിയുടെ പ്രത്യേകതയാണോ എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ അല്ലെന്ന് മനസ്സിലായി. കൊച്ചി സിറ്റി പോലും 19 മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് ഗംഭീരമായ ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു ഫ്യൂവൽ കോസ്റ്റിൽ. മറ്റൊരു കാര്യം, ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് നമുക്ക് ചാർജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത്തരം തലവേദനകളും റേഞ്ച് ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കസ്റ്റമറെയാണ് കണ്ടത്. എന്തായാലും ഇതിൻ്റെ സർവീസിൻ്റെ ഇതിൽ വന്ന ചെറിയ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം ഒന്ന് സർവീസ് സെൻ്ററുകാരൊന്ന് ആലോചിച്ച് നോക്കുക, അതേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മളൊരു
എന്താ പറയുക, നമ്മളൊരു ഗിഫ്റ്റ് തരാം. അതായത് ഈ വണ്ടി വർഷത്തിൽ 4 പ്രാവശ്യം ഫ്രീ സർവീസ് ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റ് കൂപ്പൺ തരും. നമ്മളെ രാവിലെ ഏതായാലും നമ്മൾ ഇത്ര നേരം നമ്മുടെ കൂടെ നിന്ന് ഇതൊക്കെ പറഞ്ഞു തന്നതിന്. അപ്പോൾ റോഡ്മേറ്റ് എന്ന് പറയുന്ന ആപ്പാണ്, ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഞാൻ ഗിഫ്റ്റ് കൂപ്പൺ തരും. അത് റെഡീം ചെയ്താൽ മതി. സൗത്ത് ഇന്ത്യയിൽ എവിടെയായാലും വർഷത്തിൽ 4 പ്രാവശ്യം വാട്ടർ സർവീസ് ചെയ്യാം. അപ്പോൾ റോഡ്മേറ്റുമായിട്ട് കണക്ഷനുള്ള, അവരുമായിട്ട് ടൈപ്പുള്ള ഏതെങ്കിലുമൊക്കെ സർവീസ് സെൻറ്റേഴ്സിൽ എവിടെയായാലും സൗത്ത് ഇന്ത്യയിൽ എവിടെയായാലും കൊണ്ടുപോയാൽ മതി, ഫ്രീ ആയിട്ട് സർവീസ് തരും. അപ്പോൾ ഞാൻ ആ ഗിഫ്റ്റ് കൂപ്പൺ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു നൈസ്. അപ്പോൾ കാണാം, സന്തോഷം. അപ്പോൾ റാപ്പിഡ് ഫയർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പറയാനുള്ള കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണ്. കമൻറ്റ് ഓഫ് ദ വീക്ക് എന്താണെന്ന് വെച്ചാൽ, ആഴ്ചയിൽ ഒരിക്കൽ നമ്മളുടെ വീഡിയോകൾക്ക് താഴെ വരുന്നതിൽ ഏറ്റവും മികച്ച ഒരു കമൻറ്റിന് സമ്മാനം കൊടുക്കുന്ന പരിപാടിയാണ്. 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അതും റോഡ്മേറ്റ് എന്ന ആപ്പാണ് സ്പോൺസർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വാഹനമില്ലെങ്കിലും കുഴപ്പമില്ല, കമൻറ്റ് ചെയ്തോളൂ. വാഹനവുമായി ബന്ധപ്പെട്ട ഗിഫ്റ്റുകളൊന്നുമല്ല തരുന്നത്. അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ നാട്ടിലെ വീട്ടിലേക്ക് ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക, എന്നിട്ട് മികച്ച കമൻറ്റുകൾ, അത് വിമർശനാത്മകമായ കമൻറ്റുകൾ ചെയ്യാം, അല്ലെങ്കിൽ രസകരമായ കമൻറ്റ് ചെയ്യാം, എന്തുമാകാം, അത് തിരഞ്ഞെടുത്താണ് സമ്മാനം തരുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയും കാണുക, കമൻറ്റ് ചെയ്യുക, റോഡ്മേറ്റിൻ്റെ സമ്മാനം നേടുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലെ റാപ്പിഡ് ഫയർ. അപ്പോൾ വീഡിയോ കണ്ടാൽ നന്ദി, നമസ്കാരം.